5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് സംസ്ഥാനത്തെ മുൻ ചീഫ് സെക്രട്ടറിയും നിലവിൽ ഓട്ടോണമസ് സ്ഥാപനമായ സെന്റർ ഫോർ മാനേജ്മെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ചെയർമാനും നിരവധി സ്ഥാപനങ്ങളുടെ ട്രസ്റ്റിയും ചെയർമാനുമായിട്ടുള്ള ശ്രീ SM വിജയാനന്ദ് സാർ അവർകളാണ്. സാറിനെ കുറിച്ച് പറയുമ്പോൾ 6ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായിരുന്നു. ഞാൻ സൂചിപ്പിച്ചു CMDയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ്. ഫോർമർ മുൻ ചീഫ് സെക്രട്ടറിയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പഞ്ചായത്ത് രാജിന്റെ സെക്രട്ടറി ആയിരുന്നു. അതിലൊക്കെ ഉപരിയായി ഒരു സിവിൽ സർവന്റ് ഏത് റാങ്കിൽ ഇരുന്ന് റിട്ടയർ ചെയ്താലും പിന്നെ ചെയ്യാൻ കഴിയുന്ന ഒത്തിരിയധികം നന്മയുള്ള കാര്യങ്ങളുണ്ട്. തൻ്റെ ജീവിതകാലത്തിൽ നേടിയ അറിവും അനുഭവവും മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിന് വേണ്ടി ഭാരതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട നിരവധി സ്ഥാപനങ്ങളുടെ ട്രസ്റ്റിയായും ചെയർമാനായും പ്രവർത്തിക്കുന്നുള്ളത് നമുക്കേറെ അഭിമാനകരമായ കാര്യമാണ്. സെന്റർ ഫോർ റിസർച്ച് ഇൻ സ്കീംസ് ആൻഡ് പോളിസി ക്രിസ്പ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അതൊരു കൂട്ടായ്മയാണ്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട റിട്ടയർ ആയിട്ടുള്ള 12ഓളം സിവിൽ ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയാണ്. അത് സൗജന്യമായിട്ടാണ് വിവിധ സ്റ്റേറ്റുകൾക്ക് ഉപദേശം നൽകുന്നത്. ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകൾക്ക് ഒരുപാട് സ്റ്റേറ്റുകൾക്ക് ഉപദേശങ്ങൾ നൽകുന്ന ഒരു സംവിധാനമാണ്, പ്ലാറ്റ്ഫോമാണ്, ഒരു ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ പാലിയം ഇന്ത്യ അതിൻ്റെ ട്രസ്റ്റിയാണ്. ബെനിയൻ എന്ന് പറയുന്ന മെൻ്റൽ ഹെൽത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ട്രസ്റ്റിയാണ്. സോഷ്യൽ ഓഡിറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഭാരതത്തിൽ വലിയ ശബ്ദമുയർത്തിയ അരുണ റോയിയുടെ സ്കൂൾ ഫോർ ഡെമോക്രസി, രാജസ്ഥാനിലുള്ള സ്കൂൾ ഫോർ ഡെമോക്രസിയുടെ പ്രസിഡന്റാണ്. ലോറി ബേക്കർ സെന്ററിന്റെ ചെലവ് കുറഞ്ഞ പ്രകൃതിക്ക് അനുയോജ്യമായ വീടുകൾ നിർമ്മിക്കുന്ന ലോറി ബേക്കർ സെന്ററിന്റെ ചെയർമാനാണ്. കോസ്ഫോർഡിന്റെ ചെയർമാനാണ്. ഇങ്ങനെ നിരവധി സാമൂഹിക ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെ ട്രസ്റ്റിയായും ചെയർമാനുമായി പ്രവർത്തിക്കുന്നു. അതിലുപരിയായി സർവീസ് കാലയളവിലും ഇപ്പോഴും തികഞ്ഞ ഗാന്ധിയനായി ജീവിക്കുകയും സമൂഹത്തിന് വലിയ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുകയും ജനകീയ ആസൂത്രണത്തിനും വികേന്ദ്രീകൃത ആസൂത്രണത്തിനും പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾക്കും ഗ്രാമവികസനത്തിനുമൊക്കെ വലിയ സംഭാവന നൽകിയിട്ടുള്ള ശ്രീ SM വിജയാനന്ദ് സാറിന് സുപ്രഭാതത്തിലേക്ക് സ്വാഗതം. സാർ, നമ്മൾ ധാരാളമായി പറഞ്ഞു കേട്ടതും എന്നാൽ അത്രമാത്രം അങ്ങോട്ട് പ്രചാരം വരാത്തൊരു വാക്കാണ് ഈ ഗുഡ് ഗവേണൻസ്, സത്ഭരണം. എല്ലാവർക്കും ആഗ്രഹമുള്ളതാണ് ഈ സത്ഭരണം വരണമെന്നുള്ളത്. രണ്ടാമതൊരു പ്രശ്നം, ജനങ്ങൾ എപ്പോഴും ഭരണകൂടത്തിന് എതിരായിരിക്കും. ഭരണവർഗം, ഭരണകൂടം, അതിനകത്ത് ഉദ്യോഗസ്ഥർ, മന്ത്രിമാർ എല്ലാവർക്കും എതിരായി പറയുന്ന ഒരു നെഗറ്റീവ് ലൈനിലുണ്ട്. അപ്പോൾ സത്ഭരണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് സാർ എങ്ങനെയാണ് കാണുന്നത്? സാർ, ഒരു കൊട്ടേഷൻ ഞാൻ കോട്ടയം ജില്ലാ കളക്ടറുടെ റൂമിലിരുന്നപ്പം വായിച്ചു. ഞാൻ പലരോടും ചോദിച്ചപ്പം ആരും അത് വാലിഡേറ്റ് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ അത് അപ്പോക്രിഫൽ എന്ന് പറയാറുണ്ട്. പറഞ്ഞു വരും അപ്രോപ്രിയേറ്റ് ആണ്, പക്ഷെ റിയലി പറഞ്ഞാണോ എന്ന് കേട്ടിട്ടില്ല. മഹാത്മാഗാന്ധി ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയതിന് ശേഷം പറഞ്ഞു, നമുക്ക് സ്വരാജ് കിട്ടിക്കഴിഞ്ഞു, ഇനി സുരാജ് ആണ് വേണ്ടത്. സുരാജ് എന്ന് പറയുന്നതാണ് ഗുഡ് ഗവർണൻസ്, നല്ല ഭരണം. അത് ശരിയോ തെറ്റോന്ന് ഞാൻ ഒരുപാട് എക്സ്പ്രഷൻ ചോദിച്ചിട്ട് ആർക്കും വാലിഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അത് വലിയൊരു പാഠമാണ്. പക്ഷെ ഈ ഗുഡ് ഗവർണൻസ് എന്നുള്ളൊരു വാക്ക് നമ്മുടെ ഭരണ സംവിധാനത്തിലും ഡിസ്കഷനിലും പൊളിറ്റിക്കൽ സയൻസിലും ഒക്കെ വന്നത് ഒരു 10-25 വർഷമായിട്ടുണ്ട്, കുറച്ച് മുമ്പ്. അപ്പൊ അത് ഞങ്ങള് ജനകീയ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ട് വന്നപ്പോഴും ഈ ഗുഡ് ഗവർണൻസ് ഒരു കോർ പ്രിൻസിപ്പിൾ ഓഫ് ഫെയ്ത്ത് ആയിരുന്നു. പഞ്ചായത്തുകൾ വൈ ദേ ആർ ടു ബി ക്രിയേറ്റഡ് എന്നുള്ളത് അന്ന് ഗുഡ് ഗവർണൻസ് വാക്കൊന്നും അത് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഈ എലിമെന്റ്സ് വളരെ ക്ലിയർ ആയിട്ട് അതിലുണ്ട്. അപ്പൊ ഞാൻ ഗുഡ് ഗവർണൻസ് എന്ന് വയ്ക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. UNDP-യുടെ ഒക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ 10-14 ഇൻഡിക്കേറ്റേഴ്സും അതൊക്കെ കോമ്പണൻസ് ഒക്കെ പറയാം വാട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഗവർണൻസ്. നമ്മുടെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ പക്ഷേ ഇന്ത്യയുടെ ഇതിലും വരുന്നത് ഏറ്റവും പ്രധാനം പങ്കാളിത്തം. ഒരു തീരുമാനം എടുക്കുന്നതിൽ ജനങ്ങളുടെ പങ്കാളിത്തം. അപ്പൊ പങ്കാളിത്തം എന്തും ആകാം. ഒരു മീറ്റിങ്ങിൽ പോയിരിക്കുന്നത് പങ്കാളിത്തമാണ്, അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുന്നത് പങ്കാളിത്തമാണ്, ചോദ്യങ്ങൾ ചോദിക്കുന്നത് പങ്കാളിത്തമാണ്. പക്ഷെ ഞാൻ പങ്കാളിത്തത്തിനെ വിശേഷിപ്പിക്കുന്നത് ആർക്ക് വേണ്ടി വിഭവം നീക്കി വെച്ചിട്ടുണ്ടോ ആ വിഭവത്തിന്റെ വിനിയോഗത്തിൽ തീരുമാനിക്കാനുള്ള ഒരു വലിയ അധികാരം, അതാണ് പങ്കാളിത്തം. ആ അർത്ഥത്തിലാണ് ജനകീയാസൂത്രണത്തിന്റെ ഒരു കോർ പ്രിൻസിപ്പിൾ. ജനങ്ങൾ അവർക്ക് എന്ത് വേണമെന്നുള്ളത് തീരുമാനിക്കും ത്രൂ എ വെരി എലാബറേറ്റ് പ്രോസസ്. അതൊരു പ്രധാന ഏരിയ പങ്കാളിത്തമാണ്. അത് 100% വിജയിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ക്ലെയിം ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷെ അതിന്റെ അടിത്തറ ഉണ്ട്, സ്ട്രോങ് അടിത്തറയുണ്ട്.
ലീഗലായിട്ടുള്ളതും പോളിസി ആയിട്ടും ഇൻസ്ട്രക്ഷൻസും ഒക്കെ അതിൻ്റെ പിന്നിലുണ്ട്. ഈ പങ്കാളിത്തം വരണമെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുകയാണ്, അതിന് തുല്യ മലയാളം ഫെയർനെസ്, നീതിയുക്തമായിട്ടുള്ള ഒരു തീരുമാനം, സമൂഹത്തിന് ശരി തെറ്റ്, അല്ലാതെ നിയമവും ചട്ടവും വെച്ചിട്ടല്ല, ശരി തെറ്റ് ബോധത്തിനോട് ഇണങ്ങി ചേർന്ന ഒരു തീരുമാനം, ഫെയർ. അതിന് ലീഗലി പറയാറുണ്ട് ഡ്യൂ പ്രോസസ്. എങ്ങനെ തീരുമാനം എടുക്കും? ഒരാൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കുമോ, ഒരാൾക്ക് വീട് കൊടുക്കണം, ഒരാൾക്ക് ഒരു ജീവനാവധി കൊടുക്കണമെങ്കിൽ എങ്ങനെ അയാളെ സെലക്ട് ചെയ്യും എന്നുള്ളത് ഒരു ഫെയർ. ജനങ്ങൾ ഒരു ഗവൺമെന്റിനോട് റെസ്പെക്റ്റിന്റെ കാര്യം പറയും. ഒരു ഫെയർ ഗവൺമെന്റ് ഇസ് റെസ്പെക്റ്റഡ്. ഒരു തീരുമാനം എടുത്തപ്പം എനിക്ക് ഗുണകരമല്ലായിരുന്നു, ഇതൊരു ഫെയർ തീരുമാനമാണ് എന്ന് ജനങ്ങളെ പറയിപ്പിക്കണം. അത് ഒരുപക്ഷെ ഇന്ന് കുറഞ്ഞു വരുന്നു. ഫെയർനെസ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. കണ്ടാലും ഇത് ഫെയർ ആണെന്ന് അംഗീകരിക്കാനും ചിലപ്പം തയ്യാറാവില്ല. അപ്പൊ ഞങ്ങൾ അതിന് കുറേ സ്ട്രക്ചർ അതിലിട്ടിട്ടുണ്ട്. ഒരു ഫെയർ തീരുമാനം എടുക്കാൻ, ചുമ്മാ പോയി തീരുമാനം എടുക്കും. ഒരാളെ ബെനിഫിഷ്യറി ആക്കാൻ പഞ്ചായത്ത് എല്ലാവരും കൂടി യുനാനിമസ് ആയിട്ട് പോലും പറ്റില്ല. അതിന് മാർക്ക് ഇടണം. അതിന് മുമ്പ് തന്നെ ഘടകങ്ങളുണ്ട്. ഏതാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ? എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ 100 പേരുണ്ടെങ്കിൽ അതിൽ 10 പേർക്ക് കൊടുക്കണമെങ്കിൽ മുൻഗണന ക്രൈറ്റീരിയ എന്താണ്, മുൻഗണന മാനദണ്ഡം എന്താണ്, ഈ മാനദണ്ഡത്തിന് മാർക്ക് ഇട്ട്, ഇത് ലീഗലാണ്. ഇവിടെ എത്ര പേർക്ക് അറിയാം, മറ്റൊന്നും അറിയത്തില്ല. ഈ മാർക്ക് ഗ്രാമസഭയിൽ വായിച്ച് ഇത് ശരിയാണോ എന്ന് ഗ്രാമസഭ അംഗീകരിച്ചാൽ മാത്രമേ ഒരു ആൾക്ക് ഈ എൻറ്റയർ ജനകീയ ആസൂത്രണത്തിൽ ഗുണവും, ഇൻക്ലൂഡിങ് ലൈഫ് പദ്ധതിയിലെ വീടുകൾ. അപ്പോൾ ആലോചിച്ച് നോക്കി, ഇത് എനിക്ക് തോന്നുന്നില്ല ഒരു സ്ഥലത്തും ഈ ഗുഡ് ഗവർണൻസ് ഫീച്ചർ ഒരു പ്രാക്ടിക്കൽ സിസ്റ്റത്തിൽ കൊണ്ടുവന്നു. അപ്പം അതൊരു വലിയൊരു കാര്യമാണ്. അതപ്പോൾ ഒരു സംശയം സാർ, നമ്മളൊരു മാസ്, ഒരു മോബ്, അല്ല ഒരു ആൾക്കൂട്ടം എന്ന് പറയുന്നതും കൂടിയാണല്ലോ ഈ ഗ്രാമസഭയിൽ. അവിടെ പ്രഷർ ഗ്രൂപ്പുകളുണ്ട്, സാമൂഹ്യമായ ഗ്രൂപ്പുകളുണ്ട്, ജാതിപരമായ പലതരത്തിലുള്ള സമ്മർദ്ദ ഗ്രൂപ്പുകൾ വരും. ആ പ്രദേശത്തെ സമ്പന്നർ ചിലപ്പോൾ വന്നേക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എത്ര തന്നെ ഈ നല്ല തിയറി ഉണ്ടാക്കി വെച്ചാലും ഇതൊക്കെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഒരു ഗുഡ് ഗവേണൻസിലേക്ക് പോകാനുള്ള ഒരു ഇതായിട്ട് നിൽക്കുമോ? അതിന് സുഭാഷ് തന്നെ ആൻസർ പറഞ്ഞ ട്രാൻസ്പെറൻ്റ് ആയിട്ട്. ഇത് ആൾക്കാർക്ക് കാണുന്നു, ഇതെങ്ങനെയാണ് തീരുമാനം എടുക്കുന്നത്. ഒരു മറ ഉണ്ടെങ്കിൽ ജനങ്ങൾ പ്രശ്നമുണ്ടാക്കും, മറയില്ലെങ്കിൽ കിട്ടാത്തവരും അംഗീകരിക്കും. ഇത് എന്റെ തിയറിയല്ല, ഞാൻ കുറെ ഗ്രാമസഭ കുറച്ച് നാളില് ഞാൻ നടത്തിയിട്ടുണ്ട്. അട്ടപ്പാടിയിലൊക്കെ ഇരിക്കുമ്പോൾ നടത്തിയിട്ടുണ്ട്. കൊല്ലം കളക്ടറായിട്ടിരിക്കുമ്പോൾ ഗ്രാമസഭ വാക്ക് അന്നില്ല, എന്നാലും ഗുണഭോക്താക്കളെ നമ്മൾ വിളിച്ചു വരുത്തി നടത്തിയിട്ടുണ്ട്. ഒരു സമയം അധികമില്ലെങ്കിൽ ഒരു എക്സാമ്പിൾ പറയാം. കൊല്ലത്ത് 1988 അവസാനം ആ കോസ്റ്റൽ ഏരിയ വാടി, ആ ഏരിയയിൽ വീടുകൾ കത്തിപ്പോയി. ഒരു 180 വീട് കത്തിപ്പോയി. അന്ന് ഈ കുടിലുകളാണ്. വിത്തിൻ 1 hour എനിക്ക് കളക്ടറേറ്റ് കാണാം, ഞങ്ങളൊക്കെ ഓടിയെത്തി, ചാമ്പലായി. അപ്പൊ അവിടെ ഒരു വികസനം കൊണ്ടുവരും. അപ്പൊ നമ്മുടെ ഈ ഗുഡ് ഗവർണൻസും പാർട്ടിസിപ്പേഷനും പങ്കാളിത്തം, വിശ്വാസം, അതൊരു വളരെ വൊളറ്റൈൽ ആയിട്ട് ഒരു ഗ്രൂപ്പാണ്. ആ സമയമാണ്, നിങ്ങൾ ഓർക്കുമെന്ന് അറിയത്തില്ല, ഈ ബോട്ടുകളൊക്കെ കത്തിക്കുന്ന ഒരു കാലം. ഒരു വളരെ അലേർട്ടായിട്ട് റൈറ്റ്സ് കോൺഷ്യസ് ഫിഷർമെൻ ആണ്. അപ്പൊ എന്നെ പലരും പേടിപ്പിച്ചു, അയ്യോ നിങ്ങൾ അവിടെ പോയ പ്രശ്നമാണ്. അങ്ങനെയൊന്നുമല്ല, നമ്മള് സത്യമായിട്ട് ആസ് എ കളക്ടർ നീതിയുക്തമായിട്ട് ചെയ്യുന്നതിൽ അംഗീകരിക്കും. അങ്ങനെ വെച്ചിട്ട് അപ്പൊ ഇവർക്ക് വീട് കൊടുക്കണം. അപ്പൊ വീട് ചെറിയൊരു സംഖ്യയേ ഉള്ളൂ. ഗവൺമെന്റ് അന്ന് 3000 രൂപ തരും. അന്ന് അവിടുത്തെ പലരും പ്രോട്ട ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്, കൂടുതലും കാത്തലിക്സ് ആണ്, കാത്തലിക് പള്ളി 3000 രൂപ എല്ലാം കൂടെ ചേർത്തരാണ്. അപ്പൊ ഞാൻ ലോറി ബേക്കറെ കൊണ്ട് ഇവരുടെ സ്ഥലമൊക്കെ സന്ദർശിച്ച് അദ്ദേഹം ഒരു വീടൊക്കെ ഡിസൈൻ ചെയ്തു. അപ്പോൾ 9000 രൂപ വരും. 1989. അപ്പോൾ 3000 രൂപ ബാങ്കുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ലോൺ തരാം എന്ന് പറഞ്ഞു. 9000 രൂപയ്ക്ക് വീട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു. അപ്പൊ ഇവരെ സമ്മതിക്കണമല്ലോ, അല്ലാതെ ഞാൻ പോയി വീട് അവിടെ കെട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ എന്റെ ഓഫീസുകാരടുത്ത് പറഞ്ഞു, നമുക്ക് ഇവരെല്ലാം വിളിക്കാം കളക്ടറേറ്റ് കോൺഫറൻസ് ഹോൾ. അപ്പൊ എല്ലാവരും പേടിച്ച്, കളക്ടറേറ്റ് കോൺഫറൻസ് ഹോൾ പോലീസ് വേണം, ചിലപ്പം സാറിന്റെ തീരുമാനം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കത്തിക്കും. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും ഇല്ല, നമുക്ക് നോക്കാം. അപ്പൊ എല്ലാവരെയും ഞാൻ പറഞ്ഞ ഭാര്യയും ഭർത്താവിനെയും വിളിക്കണം, ഫാമിലി 300 ചില്ലുവാൻ ആൾക്കാർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പാക്ട് ആയിട്ട് വന്നു. അപ്പൊ ഞാൻ ആദ്യം ഇതൊക്കെ, ഞാനന്ന് ചെറുപ്പമാണ്, എനിക്ക് 32 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പൊ ഞാനിത് പതുക്കെ അവതരിപ്പിച്ചപ്പോൾ അവരെന്നെ അങ്ങനെ ഇരുത്തി. അവർ പറഞ്ഞു, ആദ്യം ഒന്നും സംസാരിക്കണ്ട, ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് കോൺവെർസേഷൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഞാനൊരു ചോദ്യം, ഞാൻ ഈ പറഞ്ഞത് ഫെയർനെസിന്റെ കാര്യമാണ്. അപ്പൊ ഞാനത് ആലോചിച്ചൊന്നും ചോദിച്ചതല്ല, അത് ഭയങ്കര ടച്ച് ചെയ്തു. അതാണ് ഈ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനിൽ ടച്ച് ചെയ്യുന്നത്. അതൊരു ആർട്ടിഫിഷ്യൽ റിലേഷൻഷിപ്പ്, ആർട്ടിഫിഷ്യൽ ആയിട്ട് എന്റെ പോയിന്റ് പറയണം. അല്ല, പക്ഷെ എന്തോ
ഹ്യൂമൻ ഇത് നല്ല കമ്മ്യൂണിക്കേഷൻ Living ആവണം. അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തുള്ളൂ, അല്ലെങ്കിൽ നിന്ന് പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളൊരു നല്ല വീട്ടിൽ താമസിച്ച് എത്ര തലമുറ ആയിക്കണമെന്ന് ചോദിച്ചു. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, സ്ത്രീകളൊക്കെ കരയാൻ തുടങ്ങി. ഒരു സ്ത്രീ പറഞ്ഞു, മനുഷ്യരുണ്ടായ കാലം വരെ ഞങ്ങൾ ഇതുപോലത്തെ വീട്ടിലായിരിക്കും താമസിച്ചിട്ടുണ്ട്. അത് പറഞ്ഞപ്പോൾ എൻ്റെ മോഡ് ചേഞ്ച്. അപ്പൊ ഞങ്ങൾക്ക് വീട് വേണം. സ്ത്രീകളൊക്കെ, അപ്പൊ ആണുങ്ങളൊക്കെ ചേർത്ത് പ്രൊട്ടസ്റ്റ് ചെയ്തു. സ്ത്രീകളെ വെച്ച് ഇരിക്കും, ഞങ്ങൾക്ക് വീട് വേണം. അപ്പൊ ഈ ഡിസിഷൻ എടുക്കുന്നത് ഫെയർ ആണ്, ട്രാൻസ്പെയറന്റ് ആണ്, ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. വേണ്ടെങ്കിൽ വേണ്ട, ദേ കൂടെ റിജക്റ്റഡ് ഇറ്റ് എന്ന് തന്നെ വിൽ അക്സെപ്റ്റ് ഇറ്റ്. അപ്പൊ ഈ ഓപ്ഷൻസ് മുഴുവനും പറഞ്ഞ് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, എങ്ങനെ വീട് കിട്ടും എന്നൊക്കെ പറഞ്ഞ്, പിന്നെ സമയം ഇല്ലാതെ എല്ലാം പോകുന്നില്ല, അതിലെല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നത് മാനദണ്ഡം വെച്ചിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഈ വീട് ആര് കിട്ടും? 9,000 രൂപ കെട്ടാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? കാശ് ഞങ്ങളുടെ കയ്യിലില്ല. അപ്പൊ നിങ്ങൾ ജോലി ചെയ്യും. ഞങ്ങൾ ജോലി ചെയ്യാൻ പറ്റാത്തവര് ഒരാളെ ജോലിക്ക് വെച്ച് ചെയ്യും. ഞങ്ങൾ ബ്രിക്ക് ചുമന്ന് കൊണ്ടുപോകും. അങ്ങനെ അവരെല്ലാം എടുത്ത് ഡിസിഷൻ ആയിട്ട് എഴുതി. ഇത് എഴുതാമോ? ഡിസിഷൻ ആയിട്ട് എഴുതാം. ഇങ്ങനെ ഒന്നൊന്നായിട്ട് എടുത്തു വന്നപ്പോൾ അവസാനം ഒരു വളരെ എക്സ്പ്ലോസീവായിട്ട് ഡിസിഷൻ എടുക്കേണ്ടി വന്നു. അവർ പറഞ്ഞു, സാർ, ഞങ്ങളുടെ ചില ആൾക്കാർ നേരിട്ട് വീട് വാങ്ങിച്ചിട്ടുണ്ട്, അവർക്ക് രണ്ടാമത് വീട് കൊടുക്കുന്നത് ശരിയല്ല, അവർക്ക് ഈ പൈസ കൊടുത്ത് വിടണം. ഞാൻ പറഞ്ഞു, ശരിയാണ്, പക്ഷെ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ അവിടെ വെച്ചാൽ there will be rioting, കിട്ടിയവനും കിട്ടാത്തവരും. അപ്പൊ ഞാൻ പറഞ്ഞു, ശരിയാണ്, ഒരു കാര്യം ചെയ്യാം, ആർക്ക് എന്ത് കിട്ടിയെന്ന് ഞാനിവിടെ ഒരു ബോക്സ് വെക്കാം, അതിൽ കൊണ്ട് ഇടുക, എന്നയാൾക്ക് വീട് കിട്ടി. ഞാൻ ഞങ്ങളുടെ രേഖകൾ വെച്ച് സ്ഥലത്തൊക്കെ പോയി പരിശോധിച്ചിട്ട് കിട്ടിയവരെ ഒഴിവാക്കും, പക്ഷെ അവർക്ക് ഈ കാശ് കൊടുക്കും. അപ്പൊ അവർ പറഞ്ഞു, ശരിയാണ്, അത് ചോദിക്കാം. അപ്പം ഈ കമ്മ്യൂണിറ്റിയിൽ അവരുടെ അകത്ത് തന്നെ 10-25 എത്രയോ ആൾക്കാർക്ക് കിട്ടിയിരുന്നു, അവരെ ഒഴിവാക്കണം. അതൊരു എക്സ്ട്രീം ഡെസിഷനാണ്. അത് സുതാര്യമായിട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അതിനും ആളുകൾ സമ്മതിച്ചു. ഞാനത് ഒരു കേസ് വെച്ചിട്ട് ജനറലൈസ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ ഈ സുതാര്യതയും ഒരു നീതി ബോധവും അതുമായിട്ട് എല്ലാം ചേർത്ത് വരുന്നതാണ് ഈ ഫെയർ. അല്ല, ഞാനൊരു സാർ ഒരു കളക്ടർ എന്നുള്ള നിലയിൽ ശ്രീ SM വിജയാനന്ദനെ അങ്ങോട്ട് മാറ്റി നിർത്തുന്നു. ആ വ്യക്തിയെ, സാറിന്റെ വ്യക്തിയെ അവിടെ ഞാൻ മാറ്റി നിർത്തുന്നു. ഒരു കേസ് സ്റ്റഡി ആയിട്ട് പറയുന്നു. ഇന്നത്തെ സിവിൽ സർവീസിൽ ഉള്ള ആളുകളാകട്ടെ, സിവിൽ സർവൻസ് ആവട്ടെ, IAS IPS എല്ലാ ടോപ്പ് ഒഫീഷ്യൽസ് ആവട്ടെ, താഴെയുള്ള വില്ലേജ് ഓഫീസർവരാകട്ടെ, ഈ ബ്യൂറോക്രസിക്ക് ഇങ്ങനെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നതിനും ജനങ്ങളെ കൊണ്ടുപോകുന്നതിനുമൊക്കെ ഈ കാലം അനുസരിച്ച് കഴിയുന്നുണ്ടോ? ഇല്ലെങ്കിൽ എന്താണ് സാറിന് അവരോട് പറയാൻ? ഞാനൊരു വാല്യൂ ജഡ്ജ്മെന്റിലേക്ക് പോകുന്നില്ല. അല്ല, അങ്ങനെ അല്ല, പക്ഷേ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. കഴിയും. അത് ഈ പ്രിൻസിപ്പിൾസ്, വേറൊന്നും അധികം വലിയ പ്രിൻസിപ്പിൾസ് ഒന്നും വേണ്ട. വളരെ ഒരു ട്രാൻസ്പെറൻസി, ഒരു ഡ്യൂ പ്രോസസ്, അവരോട് ചോദിക്കുന്നു ഇത് ശരിയാണോ എന്ന് അവർക്കും തോന്നണം. അവർക്ക് ശരിയെന്ന് തോന്നുന്നുണ്ട്. അല്ലാതെ ചുമ്മാ നമ്മൾ വിചാരിക്കുന്ന ആദ്യമൊക്കെ ആളുകൾ വളരെ റഫായിരിക്കും. എൻ്റെ അടുത്ത് ഇവർ വളരെ റഫായിരുന്നു. നീ ഇറങ്ങി പോകുന്ന പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷെ അത് ഒരു പിന്നെ അങ്ങനെ ഒരുപാട് അനുഭവം. സാറ് പറയുന്ന ഓക്കെ, ഒരു സമൂഹത്തിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങളെ കൊടുക്കുന്ന സംബന്ധിച്ച്, അല്ലാതെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാവണം രാജ്യത്ത്, നയങ്ങൾ ഉണ്ടാകണം. കറപ്ഷൻ ഒരു വലിയ വിഷയമാണ് നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഒക്കെ വിഷയമാണ്. അതിപ്പോൾ താഴെ തട്ടെടുത്ത് പോയി മോൾ തട്ട് വരെ ബ്യൂറോക്രസി എടുത്താലുണ്ട്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുണ്ട്. ഇതൊരു കറപ്ഷൻ ഉണ്ട്. ഇതും ഗുഡ് ഗവേണൻസ് ആയിട്ട് ഒരു ചലഞ്ച് എന്തായിരിക്കും എപ്പോഴും വരുന്നത്? ഇല്ല, കറപ്ഷൻ ഒരു വലിയൊരു ചലഞ്ചാണ്. കമ്മ്യൂണലിസം ചലഞ്ചാണ്. ഇതൊക്കെ ഈ ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ, ആദ്യം പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ചെയ്ത് പോകും. കറപ്ഷന് ഒരു ഒറ്റ മൂല്യം, അത് നേരത്തെ എല്ലാം ഒറ്റ ഇതിലാണ് വരുന്നത്. സുതാര്യത, എല്ലാ കാര്യവും ഒരു ഓഫീസർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. എക്സ്പ്ലെയിൻ ചെയ്യണ മനോഹരമാണ്. നീ ആര് ചോദിക്കാൻ, ഞാൻ തീരുമാനിച്ചിട്ടില്ല, ഈ തീരുമാനം എങ്ങനെ എടുത്തു സാർ, ഈ തീരുമാനത്തിന് ഇന്ന മാനദണ്ഡങ്ങളുണ്ടായിരുന്നു, ഇതിന്റെ പ്രോസ് ഇതാണ്, കോൺസ് ഇതാണ്. പക്ഷെ ഈ പ്രോ ചെയ്തിരുന്നതുകൊണ്ട് ഞാനത് ചെയ്തു. അപ്പം ചിലപ്പം വളരെ അഗെയിൻ ഗോയിങ് ബാക്ക് ടു മൈ കൊല്ലം എക്സ്പീരിയൻസ്, ട്രോളിംഗ് ബാൻ നടത്തിയത് ആദ്യമായിട്ട് അന്നാണ്. അപ്പം ഒരു സൈഡിലെ ഫിഷർമാൻ ഭയങ്കര സപ്പോർട്ട്, കുറച്ച് കഴിഞ്ഞ് നീണ്ടകര ഏരിയയിലെ ട്രോളർ ഓണേഴ്സ് വയലന്റ് അപ്പോസിഷൻ. ഞാൻ കുറേ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർ കേൾക്കത്തില്ല, ഞങ്ങളത് റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ റെസിസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഫിസിക്കലായിട്ട് അവിടെ പോയി തടയാൻ പറ്റത്തില്ല. അപ്പോൾ അവർ റെസിസ്റ്റ് ചെയ്ത് പോയി. അപ്പോൾ ഹൈക്കോടതി കേസ് എടുത്ത് വലിയ ഇഷ്യൂ ഒക്കെ ആയി. അവസാനം 2 പേര് മരിക്കുകയും ചെയ്തു ഫയറിൽ. ഭയങ്കര അൺഫോർച്ചുനേറ്റ് തിങ് ആണ്. ബട്ട് നമ്മൾ സ്ട്രോങ് ആണ്. നമുക്കൊരു വെറും ഒരു ഗ്രൂപ്പ് ഫിഷർമാനെ സപ്പോർട്ട് ചെയ്യുന്നതല്ല. ഇതിലൊരു എൻവയറമെന്റൽ ലോജിക്കാണ് വളരെ ഡിഫിക്കൽട്ട് ആൾക്കാർക്ക് അംഗീകരിക്കാൻ. അത് അവർക്ക് 1 വർഷം കൊണ്ട് മനസ്സിലാക്കി. പിന്നെ സെക്കൻഡ് ട്രോളിംഗ് ബാൻ വാസ് വെരി ഈസി. വിഷമമുണ്ട്, കാരണം അവർക്ക് ക്യാച്ചോട് പോകും. പക്ഷെ അത് നമ്മൾ അത് ഫെയർ ആയിട്ട് നടപ്പാക്കി, സ്ട്രോങ് ആയിട്ട് നടപ്പാക്കി, ഉപദ്രവിച്ചില്ല. ഇതെങ്ങനെ നടപ്പാക്കും, ഞങ്ങളുടെ നാട്ടിലെ നിയമമാണെന്നൊന്നും പറഞ്ഞില്ല.
ഞങ്ങളത് വളരെ, ഫോർ എക്സാമ്പിൾ, അവർക്ക് ഡീസൽ വെച്ചിട്ട് ഇത് പോകാൻ പറ്റും. അപ്പോൾ ആ ഏരിയയിൽ ഡീസൽ പമ്പ് എല്ലാം ക്ലോസ് ചെയ്ത് കളക്ടർ ക്ലോസ് ചെയ്യാൻ പറ്റും. മീൻ വിൽക്കുന്നത്, മീൻ ഇവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് തടഞ്ഞു. ഹാർഷാണ്, പക്ഷേ നടപ്പാക്കിയേ പറ്റത്തുള്ളൂ. പിന്നെ അവരോട് പറയും നടപ്പാക്കിയേ പറ്റത്തുള്ളൂ. നാട്ടിലെ നിയമമാണ്, നിയമം നടപ്പാക്കിയേ അപ്പൊ പറ്റും. ചില സ്ഥലങ്ങളിൽ നമുക്ക് നിയമം, ആ. ചില സ്ഥലങ്ങളിൽ വിശ്വാസം, ചില സ്ഥലങ്ങളിൽ ട്രാൻസ്പെറൻസി, ഇതെല്ലാം ചിലപ്പോൾ കോമ്പിനേഷനായി. അപ്പം വീണ്ടും ഒരു ചോദ്യം ചോദിച്ചു, ഇത് നടപ്പിലാക്കുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അതെ. അത് ഉദ്യോഗസ്ഥനാവട്ടെ, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ആവട്ടെ, അല്ലെങ്കിൽ പിന്നെ ബ്യൂറോക്രസി ആരോ ആവട്ടെ, ആ സംവിധാനത്തിലുള്ള ആളുകൾ തന്നെ അങ്ങോട്ട് ഇതായി പോയാലോ, അവരുടെ ഇൻട്രസ്റ്റുകളും വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളും താല്പര്യം ഇതിനകത്ത് വന്നു പോയാൽ പിന്നെ ഇത് പാളിപ്പോവും. അന്ന് ഞാനായിരുന്ന കളക്ടർ, SP ആയിരുന്നത് സെൻകുമാർ. പുള്ളിയും വളരെ നമ്മുടെ അപ്പം ഞങ്ങൾ രണ്ടുപേരും കോമ്പിനേഷൻ ഉണ്ട്, ഒരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. ഇത് സുതാര്യമായിട്ട് എടുക്കും. ഞങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് പക്ഷെ നടപ്പാക്കിയിരിക്കും. അല്ല, അവർ തന്നെ പറഞ്ഞു നടപ്പാക്കിയിരിക്കും, നടപ്പാക്കിയേ പറ്റത്തുള്ളൂ. അത് എന്ന് പറഞ്ഞപ്പം ടെൻഷൻസ് ഉണ്ടായത്. ഞാൻ പറഞ്ഞ ഫയറിംഗ് വന്നത് ഒരു ആക്സിഡന്റിലാണ്. ഇതുമായിട്ട് ഫയറിംഗ് ഒന്നും വരൂലായിരുന്നു. പക്ഷെ അന്ന് ഞങ്ങൾ എല്ലാ മിനിസ്റ്റേഴ്സ് ഇരുന്ന് പറഞ്ഞ് അതുവഴി പോരുത്, നിങ്ങൾ കുണ്ട്ര വഴി ചുറ്റി പോകണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഒരു മിനിസ്റ്റർക്ക് ഇത് ഇൻഫർമേഷൻ പോലീസ് പാസ് ഓൺ ചെയ്തില്ല. ആ മിനിസ്റ്റർ ഈ റോഡിൽ കൂടെ പോയി. അപ്പോൾ അവർ തടഞ്ഞു. അപ്പം മിനിസ്റ്ററെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എല്ലാം കൂടെ ഒരു കശ്മീരായി ഫയർ ചെയ്ത്, അല്ലെങ്കിൽ അതും നടക്കില്ലായിരുന്നു. സാർ, ഒരു ചോദ്യം കൂടെ, നമ്മളിപ്പോൾ ജനകീയ ആസൂത്രണമൊക്കെ വന്നപ്പോഴും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ വന്നപ്പോൾ 50% സ്ത്രീകൾക്ക് സംവരണം കൊടുത്തു. അപ്പം എന്നെപ്പോലുള്ള ആളുകൾക്ക് മറ്റൊരു പ്രതീക്ഷയായിരുന്നു, അതായത് പുരുഷന്മാരാണല്ലോ ഇങ്ങനെ പരമ്പരാഗതമായി അഴിമതിയൊക്കെ നടത്തി വേറൊരു സ്ട്രീമിലേക്ക് വന്നത്. സ്ത്രീകൾ, കുടുംബിനികൾ ഒരുപാട് വന്നിട്ടുണ്ട്, പുതിയ ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ട് കുറച്ചുകൂടിയൊക്കെ ഒരു ട്രാൻസ്പാരൻസി, കറപ്ഷനൊക്കെ കുറഞ്ഞ് ട്രാൻസ്പാരന്റിലേക്ക് സൊസൈറ്റി പോകുമെന്ന് ധരിച്ചു എനിക്ക്. പക്ഷെ അത്ര ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ടോ നമുക്ക്? ഞാൻ നോക്കിയത് ഒരു ജെൻഡറിൽ പോലും ഇത് കയറി വരുന്നു എന്നുള്ളതാണ്. ഇല്ല, ഓവറോൾ ആയിട്ട് നോക്കിയാൽ വിമൻ ആർ ലെസ് കറപ്റ്റ്, ബട്ട് ദേ ആർ നോട്ട് കറപ്റ്റ് എന്ന് പറയാൻ പറ്റും. അവിടെയും അഴിമതിയുണ്ട്. അതുപോലെ ഈ വികസനത്തിൽ രണ്ട് ടൈപ്പില്ല, ഒരു ടൈപ്പേ ഉള്ളൂ. ഈ സോഫ്റ്റ് ഡെവലപ്മെന്റ്, ലൈവ്ലിഹുഡ്സ്, എഡ്യൂക്കേഷൻ, ന്യൂട്രീഷൻ, ഹെൽത്ത്. മറ്റേ നമ്മുടെ ഹാർഡ് ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, പാലം, കെട്ടിടം എന്നുള്ളത്. അതില് ബൈ ആൻഡ് ലാർജ് നമ്മൾ ഡീറ്റെയിൽഡ് അനലൈസ് ചെയ്താൽ ഈ മോസ്റ്റ് വിമൻ ഗോ ഫോർ ദ പ്രിഫർ റിലേറ്റീവ്ലി ഈ സോഫ്റ്റ് ഡെവലപ്മെന്റ്. അത് ദേശീയ തലത്തിലൊക്കെ ചില പഠനങ്ങൾ നടത്തി. എല്ലാ പഞ്ചായത്തിന് റോഡും ഒക്കെ വേണം. ചില വിമൻ പ്രസിഡന്റ് വരുമ്പോൾ അവിടെ ചില സ്ത്രീകൾക്ക് ചില ട്രൈബൽ പ്രോജക്റ്റ് ചില ഇത് ചെയ്യാനുള്ള അത് കേരളത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ കറപ്ഷൻ എന്നുള്ളത് ഒരു വളരെ വിഷമമുള്ള കാര്യമാണ്. നമ്മുടെ പഞ്ചായത്തുകളിലെ കറപ്ഷൻ ശരിക്കും പറയുകയാണെങ്കിൽ ഗവൺമെന്റ് തലത്തിലെ കറപ്ഷനേക്കാളും കുറവാണ്, കമ്പയർ ചെയ്യുമ്പോൾ കുറവാണ്. പക്ഷേ സീറോ കറപ്ഷൻ അല്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്ക് മോർ ദാൻ കംഫർട്ട് ലെവൽ. കറപ്ഷൻ ഒരിക്കലും കംഫർട്ട് ലെവൽ ഇല്ല, സീറോ ടോളറൻസ് ആണ് നമ്മൾ പറയുന്നത്. പക്ഷെ എന്നാലും ചില അഴിമതി നമുക്ക് അംഗീകരിക്കാൻ ഒക്കില്ല, അതുണ്ട്. അത് പലരും ഈ ജനകീയാസൂത്രണം 25-ാം വർഷം സെലിബ്രേറ്റ് ചെയ്തപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിലുള്ളവരും എല്ലാവരും പറഞ്ഞത് അഴിമതി കൂടിയിട്ടുണ്ടോ എന്നൊരു സംശയം. ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ഒരു ഗുണഭോക്താ തിരഞ്ഞെടുപ്പിൽ അഴിമതിയില്ല. ചിലപ്പോൾ പാർട്ടി സാക്ഷിപ്പഴമാണ്, എന്റെ പാർട്ടി എന്നൊക്കെ ചിലപ്പോൾ, പക്ഷെ സീറോ. ഇപ്പൊ പല സ്ഥലങ്ങളിലും കാശ് മേടിക്കുന്നതായിട്ട് അനക്ഡോട്ട്സ് ആൻഡ് റിപ്പോർട്ട്സ്. അപ്പൊ അങ്ങനെ ചില ഏരിയയിൽ